REC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ മെഷീനുകളിൽ എക്സ്പാൻഷൻ ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിനെ കുറിച്ചിട്ടാണ്. ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ എക്സ്പാൻഷൻ വാൽവിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹൈ പ്രഷർ റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ കുറച്ച് ലോ പ്രഷർ റെഫ്രിജറൻ്റാക്കി ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുക, കൂടാതെ റെഫ്രിജറൻറ്റിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുക എന്നീ കാര്യങ്ങളാണ്. പല തരത്തിലുള്ള എക്സ്പാൻഷൻ ഡിവൈസുകൾ നിലവിലുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട തരത്തിലുള്ള എക്സ്പാൻഷൻ വാൽവാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്. ഇതിനെ കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ് എന്നും വിളിക്കാം. ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇവാപ്പറേറ്ററിൻ്റെ ഹീറ്റ് ലോഡ് ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന അവസരങ്ങളിലാണ്. ചില തരത്തിലുള്ള ബോട്ടിൽ കൂളറുകൾ, ഫുഡ് ഡിസ്പെൻസറുകൾ, കൂടാതെ ചെറിയ എയർ കണ്ടീഷൻ എക്യുപ്മെൻറ്റ്സ്, ഇതിലൊക്കെയാണ് സാധാരണയായിട്ട് ഈ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു റെഫ്രിജറൻ്റ് ഇൻലെറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. അതുവഴിയാണ് എക്സ്പാൻഷൻ വാൽവിലേക്ക് റെഫ്രിജറൻ്റ് കയറുന്നത്. അതിൻ്റെ ഇൻലെറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു സ്ട്രെയിനർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിനറിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ റെഫ്രിജറൻറ്റിൽ അടങ്ങിയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും മോയ്സ്ചറിനെയും സെപ്പറേറ്റ് ചെയ്യുക എന്നതാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വാൽവും കൂടാതെ പുഷ് റോഡ് ആമും ഉള്ളത്. ഈ വാൽവിൻ്റെ ഓപ്പൺ ക്ലോസിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആമിൻ്റെയും കൂടാതെ ഡയഫ്രത്തിൻ്റെയും അതിൻ്റെ മുകളിലുള്ള സ്പ്രിങ്ങിൻ്റെയും ഫലമായിട്ടാണ്. ഈ ഡയഫ്രം എന്ന് പറയുന്നത് മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാൻ പറ്റിയ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഭാഗമാണ്. അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പ്രിങ്ങും കൊടുത്തിട്ടുണ്ട്. സ്പ്രിങ്ങിൻ്റെ മുകളിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ എക്സ്പാൻഷൻ വാൽവ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് റെഫ്രിജറൻ്റ് ഇൻലെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രയർ ഫിൽറ്ററിൽ നിന്നുള്ള ഈ റെഫ്രിജറൻ്റ് കണക്ഷൻ, ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻ്റ് കണക്ഷൻ നമ്മളിവിടെയാണ് കണക്ട് ചെയ്യുന്നത്. ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും മോയ്സ്ചറിനെയും ഫിൽറ്റർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനർ എന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മെഷാണ്, ഒരു വല പോലത്തെ ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ റെഫ്രിജറൻ്റ് അതിനുള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ റെഫ്രിജറൻറ്റിനകത്ത് അടങ്ങിയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും മോയ്സ്ചറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനെ ഫിൽറ്റർ ചെയ്തില്ലെങ്കിൽ അത് വാൽവിനുള്ളിൽ ബ്ലോക്ക് ആകുന്നതായിരിക്കും. ഇപ്പോൾ വാൽവിനുള്ളിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ റെഫ്രിജറൻറ്റിൻ്റെ ഫ്ലോ തടസ്സപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്യുന്നത്. ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് റെഫ്രിജറൻറ്റ് ഔട്ട്ലെറ്റ് കാണാം. ഇവിടെയാണ് നമ്മൾ ഇവാപ്പറേറ്ററിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നത്. സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ വാൽവ് ക്ലോസ് പൊസിഷനിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇവാപ്പറേറ്ററിലേക്ക് റെഫ്രിജറൻറ്റ് ഫ്ലോ ഉണ്ടാവില്ല. കംപ്രസർ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ കംപ്രസർ സക്ഷൻ ലൈനിൽ കൂടെ റെഫ്രിജറൻ്റ് ഗ്യാസ് വലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് വാൽവിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡയഫ്രം എന്ന് പറയുന്ന കമ്പോണൻറ്റ് ആ കംപ്രസറിൻ്റെ സക്ഷൻ പ്രഷർ കാരണം താഴേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഡയഫ്രവുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആമും മൂവ് ചെയ്യുന്നു. അപ്പോൾ അത് രണ്ടും മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏറ്റവും അടിയിലായിട്ടാണ് ആ വാൽവ് ആമിനോട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാൽവിൻ്റെ പൊസിഷൻ താഴേക്കാകുന്നു. അപ്പോഴാണ് വാൽവ് ഓപ്പൺ ആകുന്നത്. വാൽവ് ഓപ്പണായി കഴിയുന്ന സമയത്ത് വലത് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന റെഫ്രിജറൻ്റ് ഇൻലെറ്റ് എന്ന ഭാഗത്ത് നിന്നും റെഫ്രിജറൻ്റ് ലിക്വിഡ് വാൽവ് വഴി നേരെ ഇവാപ്പറേറ്ററിലേക്ക് എത്തുന്നു. വാൽവ് ഓപ്പണായതോടുകൂടി ഇവാപ്പറേറ്ററിലേക്ക് കൂടുതൽ റെഫ്രിജറൻ്റ് എത്തുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ റെഫ്രിജറൻ്റ് ലിക്വിഡ് അവസ്ഥയിൽ എത്തുന്ന സമയത്ത് ഇവാപ്പറേഷൻ കൂടുന്നു. അപ്പോൾ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്ന പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ ഇവാപ്പറേറ്ററിനുള്ളിലെ പ്രഷർ കൂടിക്കഴിയുമ്പോൾ ആ പ്രഷർ ഈ ഡയഫ്രത്തിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയഫ്രം മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഡയഫ്രവുമായി കണക്ട് ചെയ്തിട്ടുള്ള ആം എന്ന് പറയുന്ന കമ്പോണൻറ്റ് മുകളിലോട്ട് നീങ്ങുന്നു. അതേ സമയത്ത് തന്നെ ഏറ്റവും താഴെയുള്ള വാൽവ് ക്ലോസിംഗ് പൊസിഷനിലേക്ക് പോകുന്നു. അപ്പോൾ ക്ലോസിംഗ് പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ ഇവാപ്പറേറ്ററിലേക്കുള്ള റെഫ്രിജറൻ്റ് ഫ്ലോ അവിടെ സ്റ്റോപ്പ് ആകുന്നതാണ്. ഇവാപ്പറേറ്ററിനുള്ളിലെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിനെ കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ് എന്നും വിളിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവാണ്. അതിൽ വലതുഭാഗത്തുള്ള കണക്ഷനാണ് നമ്മൾ ഇവാപ്പറേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. താഴെയുള്ള ആ കണക്ഷനിലാണ് ഡ്രയർ ഫിൽറ്ററിൽ നിന്നുള്ള
റെഫ്രിജറൻ്റ് ലിക്വിഡ് കണക്ഷൻ കൊടുക്കുന്നത്. ഈ രണ്ട് ഭാഗത്തും ഫ്ലെയർ ജോയിൻറ്റുകൾ കണക്ട് ചെയ്യാൻ ഭാഗത്തിൽ ത്രെഡുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയുള്ള പോർഷനിൽ നിന്നാണ് ഡ്രയർ ഫിൽറ്ററിൽ നിന്നുള്ള ഹൈ പ്രഷർ റെഫ്രിജറൻ്റ് ലിക്വിഡ് എത്തുന്നത്. മുകളിലുള്ള നോബ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. മുകളിലത്തെ സ്ക്രൂ ഊരി കഴിയുമ്പോൾ അകത്തായിട്ട് ഗോൾഡൻ കളറിൽ ഒരു ഭാഗം കാണാം. ഇതിനെയാണ് ബെല്ലോസ് എന്ന് പറയുന്നത്. നേരത്തെ കാണിച്ച ഡയഗ്രത്തിൽ ഈ ബെല്ലോസിന് പകരം ഡയഫ്രം എന്ന ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവാപ്പറേറ്റർ കോയിലുണ്ടാകുന്ന പ്രഷറിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് മൂവ് ചെയ്യുക എന്നതാണ് ഈ ബെല്ലോസിൻ്റെ ഫങ്ഷൻ. അതിൻ്റെ ഉള്ളിൽ വിരലുകൊണ്ട് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. മുൻപ് കാണിച്ച ഡയഗ്രത്തിൽ ഒരു ആം എന്ന ഭാഗം കാണിച്ചിരുന്നു. അപ്പോൾ അത് ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ബെല്ലോസിൻ്റെ താഴെയായിട്ടാണ്. ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിനെ കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ് എന്നും പറയാറുണ്ട്. കാരണം ഇത് ഇവാപ്പറേറ്ററിൽ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് മറ്റൊരു ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട എക്സ്പാൻഷൻ വാൽവിനെക്കാട്ടും കുറച്ച് വ്യത്യാസങ്ങൾ ഇതിനുണ്ട്. വാൽവിൻ്റെ താഴെയായിട്ട് ലിക്വിഡ് റെഫ്രിജറൻ്റ് ഇൻലെറ്റ് ഇതിലേക്ക് കൊടുക്കുന്നത് ഈ ഭാഗത്താണ്. വാൽവിന് ഉള്ളിലേക്ക് കടക്കുന്ന റെഫ്രിജറൻ്റ് ലിക്വിഡിൽ അടങ്ങിയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും മറ്റും ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നതിന് ഇതുപോലെ ഒരു സ്ട്രെയിനറും ഉണ്ടാവും. സ്ട്രെയിനറിന് പുറത്തൂടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ആ ഭാഗത്ത് ഒരു ഫ്ലെയർ നട്ടും ഉണ്ടാവും. ഇപ്പോൾ നമ്മളിതിലേക്ക് ലൈൻ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലെയർ നെറ്റ് വഴിയാണ് ഈ ഭാഗത്തേക്ക് നമ്മൾ റെഫ്രിജറൻ്റ് ലൈൻ കണക്ട് ചെയ്യുന്നത്. ഇടതുവശത്ത് കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്താണ് ഇവാപ്പറേറ്ററിലേക്കുള്ള ലോ പ്രഷർ റെഫ്രിജറൻ്റ് ലിക്വിഡിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് ഒരു ക്യാപ്പ് പോലെ ഒരു ഭാഗമുണ്ട്. അത് ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ഷാഫ്റ്റ് കാണാം. അപ്പോൾ അതിൽ തിരിച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പാൻഷൻ വാൽവിൽ ഒരു നിശ്ചിത പ്രഷർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് എന്ന വാൽവിനെ പറ്റിയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ സിസ്റ്റങ്ങളിൽ റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ഫീൽഡിലുള്ള പുതിയ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.